അപ്പം മച്ചാനെ കടലിൽ കിടക്കണ മീനെ പിടിച്ചിട്ട് ഞാൻ പ്ലേറ്റിലാക്കി അത് കണ്ട എന്റെ കൈന്റെ അത്ര ഉണ്ട്. അപ്പൊ മച്ചാനതേ അവസാനത്തെ ഇതും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട ഇതിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടോ ചമാരുത്. ഇതെന്താണെന്ന് അറിയാം, നമ്മുടെ കിങ് ഫിഷ് എന്ന് പറയും. നമുക്കില്ലേ കോണ്ടിനെന്റൽ സ്റ്റൈലിൽ ബട്ടറിൽ ബേക്ക് ചെയ്തെടുക്കാൻ പോയാണ്. ഇത് അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് കിങ് ഫിഷ് ആണ് ഈ പ്രാവശ്യം ഫുജേറിന്ന് വന്നേക്കണത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഫ്രഷ് മീൻ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അലമ്പ് ഫിഷ് ആണെങ്കിൽ അതിന്റെ ആ ഒരു ചീഞ്ഞ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പൊ ഇവൻ അങ്ങനെ ഒന്നും ഇല്ല, അടിപൊളി ഫ്രഷ് ആണ്. കണ്ടാൽ തന്നെ അറിയാം പൊളപ്പ സാധനം. പക്ഷെ ഇതിൽ അടിപൊളി ഫ്രഷ് നമ്മുടെ നാട്ടിൽ കിട്ടും. അപ്പൊ നാട്ടിൽ ഇങ്ങനത്തെ അടിപൊളി ഫ്രഷ് മീനൊക്കെ വാങ്ങിച്ചത് നിങ്ങൾ ചെയ്യട്ടെ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കാൻ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കണം എന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ മച്ചാനെ റെസിപ്പി വേണമെങ്കിൽ ഫോളോ ചെയ്ത് സാൽമൺ ബേക്ക് ചെയ്തെടുക്കണ പോലെ തന്നെ നല്ല റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവനെ ബേക്ക് ചെയ്തെടുക്കാൻ വേണം. സിമ്പിൾ റെസിപ്പിയാണ്, ഫോളോ ചെയ്തോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത പൊളപ്പനായിരിക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കണ്ട ഇതിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടോ, നല്ല തിളങ്ങണല്ലേ. അപ്പം മച്ചാമാരുതേ നമ്മുടെ ബട്ടർ അങ്ങാട്ട് കൊടുത്താ ഇതിന്റെ റെസിപ്പി എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കണ. റെസിപ്പി ഞാൻ പറഞ്ഞേട്ടാ. ആദ്യം ഇവനെ ബട്ടർ ഞാനൊന്ന് കുളിപ്പിച്ചോട്ടെ. ഇതിടാണ്ട് എനിക്കൊരു സമാധാനമില്ല വെച്ചാരെ. ബട്ടർ ഇല്ലാണ്ട് എന്ത് ബേക്ക്ഡ് ഫിഷ് മനസ്സിലായ. അപ്പം നമ്മ ഇതിന്റെ ഒരു സീക്രട്ട് റെസിപ്പിയാണ്ടാ സെറ്റ് ചെയ്തേക്കണത്. എന്താന്ന് വെച്ചാൽ ഇതേ പൊളപ്പം പീസ് എടുക്കാതെ. അത് കണ്ട എൻ്റെ കൈൻ്റെ അത്ര ഉണ്ട്. ഇവിടെ അങ്ങോട്ട് ബട്ടർ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ഉരുക്കി അങ്ങോട്ട് വീഴുമ്പോഴേ എനിക്ക് അടിച്ചങ്ങോട്ട് തിന്നല്ലേ. അപ്പോൾ പൊളപ്പനുണ്ട്. ഇതിൻ്റെ മസാല എന്ന് വെച്ചാൽ മെയിനായിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ, നല്ല ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ വേണം. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒലിവ് ഓയിൽ ഒഴിക്കണം. അത് കുറച്ച് ഒനിയൻ അങ്ങോട്ട് ഇടണം കേട്ടോ. ഒലിവ് ഓയിൽ, ഒനിയൻ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സിമ്പിൾ മസാല, വേറെ ഒന്നുമില്ല. ഫിഷിൻ്റെ പ്രോപ്പർ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മസാല ഇട്ട് പൊളിക്കരുതെന്ന് വെച്ചാൽ ഇതിങ്ങനെ അങ്ങോട്ട് ബട്ടർ വെച്ച് കൊടുത്തിട്ടില്ലേ, ഇങ്ങനെ ബട്ടർ പേപ്പറിൽ ഇങ്ങോട്ട് നിരത്തി ഇവനെ വെക്കാം. എന്നിട്ട് വേറെ സംഭവം ഉണ്ട്. ദിവനാ ഈ തല കണ്ട മോനെ ഇവൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ബട്ടർ തിരികെ കൊടുക്കാം. അപ്പം മച്ചാനത് ഇവൻ്റെ അങ്ങോട്ട് വയറ്റിലോട്ട് കുറച്ച് ബട്ടർ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെക്കാട്ടെ. ഓ അപ്പം മച്ചാനം മസാലയൊക്കെ അറിയാലോ. സോൾട്ട് ആൻഡ് പെപ്പർ, ചില്ലി ഫ്ലേക്സ്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ഒനിയൻ, ഒലിവ് ഓയിൽ, ഇത്ര ഇട്ടുള്ളൂട്ടാ. ഇത്ര ഇട്ടാൽ മതി. എന്നാലും ഇതിൻ്റെ അടിപൊളി ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ ആ ഒരു ഫിഷിൻ്റെ. എന്നിട്ട് അങ്ങാട്ടില്ലേ ഓവനോട്ട് കയറ്റാൻ പോയാണ്. ടെമ്പറേച്ചർ ടൈം ഞാൻ സെറ്റ് ചെയ്ത് മച്ചാനെ നല്ല ബേക്കഡ് കിങ് ഫിഷിന് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിട്ടാ. എൻ്റെ പൊന്നളി ഇങ്ങനത്തെ അടിപൊളി ഡിഷൊക്കെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ മീൻകറി മാത്രം വെക്കല്. നിങ്ങൾ അടിപൊളിയായിട്ട് കുറച്ച് ബേക്ക് ചെയ്തൊക്കെ ഇങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ ചുട്ട് കഴിക്കും ബാർബിക്യൂല്. ഇത് നമ്മുടെ കനലിൽ ബാർബിക്യൂ ചെയ്ത് കഴിച്ചാലും സെയിം ഫ്ലേവർ ടേസ്റ്റ് ഒക്കെ കിട്ടും. ഇത്ര അലൂമിനിയം ഫോയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പക്കിയായിരിക്കും. അപ്പം മച്ചാനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം, ഓവൻ്റെ ഉള്ളിലോട്ട് വെക്കാം. അപ്പോൾ എന്നുള്ള ഇത്രയും ഡെലിക്കസി ആയിട്ടുള്ള റെസിപ്പീസ് ആണ് നമ്മൾ ഈ പറഞ്ഞു തന്നത്. എന്താ ഇത്രയും ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ അടിപൊളി വമ്പ ടേസ്റ്റാണ്. മസാല ഒന്നും ഇടാണ്ട് ഇങ്ങനെ ഫിഷ് കഴിച്ചാൽ ഇതെല്ലാം അറബിക് മസാല ഒന്നും ഇട്ടിട്ടില്ല. മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം മച്ചാനെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറ്റി വെക്കാം. അല്ലേ ഇനി ഇവനും കിടന്നങ്ങോട്ട് മൊരിയാവുമ്പോഴാണ് ബട്ടറിൽ മൊരിഞ്ഞങ്ങോട്ട് വരുമ്പോഴത്തേനും ഒറ്റക്കടി അടിക്കണം. അപ്പം ടെമ്പറേച്ചർ ഞാൻ കാണിച്ചു തരാം. മച്ചാനെ 211 ഒരു 24 മിനിറ്റ് ഇവനെ സൂപ്പറായിട്ട് ചുട്ടെടുത്തല്ലേ പൊളപ്പനാവും. അപ്പോൾ മച്ചാനെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേറെ റെസിപ്പിയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ വേറെ റെസിപ്പിയും കൂടി ഞാൻ കാണിച്ചു തരാം. എന്താണെന്നല്ലേ ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിന്ന് സ്വീറ്റ് ആയാലോ. അപ്പം മച്ചാനെ ഒരു സ്വീറ്റും കൂടെ ആയാലും. ഒരു സ്വീറ്റിന്റെ സിമ്പിൾ റെസിപ്പി ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും എറണാകുളത്തായാലും കേരളത്തിൽ എല്ലായിടത്തും ഫേമസ് ആയ സാധനമാണ് അവഗാഡോ ഷേക്ക്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചാൽ ചില കടയിൽ നിന്നൊക്കെ നമ്മൾ അവഗാഡോ ഷേക്ക് കുടിച്ചാൽ അവഗാഡോന്റെ ആ ഫ്ലേവർ മാത്രം കിട്ടുള്ളൂ, ഷേക്കിന്റെ ഫ്ലേവർ ഇടില്ല. അപ്പൊ ഷേക്ക് എന്ന് പറയുമ്പോൾ അവഗാഡോ ഷേക്ക് അല്ലെങ്കിൽ അവഗാഡോ സ്മൂത്തി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രോപ്പർ റെസിപ്പി ഉണ്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് ഇവിടെ കപ്പലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ സ്വീറ്റൊക്കെ അങ്ങനെ ഒന്നും കാണിക്കാറില്ല യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ആ ചില ഒരു സ്വീറ്റിന്റെ റെസിപ്പി ഞാൻ കാണിച്ചാൽ വളരെ സിമ്പിളാണ്, വീട്ടിലുണ്ടാക്കുന്നുള്ളൂ. വെറുതെ അവഗാഡോ വാങ്ങിച്ചിട്ട് പാൽ ഒഴിച്ചിട്ട് വെറുതെ അടിച്ചു കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടല്ലേ പൊളപ്പനായിരിക്കും. അതൊക്കെ എന്തൊക്കെയാണ് സാധനം കാണിച്ചത്. അമൂലിന്റെ അടിപൊളി ഫുൾ ക്രീം പാലെടുത്തിട്ടുണ്ട് നമ്മ എടാ. അപ്പം മച്ചാൻ ആദ്യം നമുക്ക് വേണ്ടത് കാഷ്യൂനട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. ഈ ഒരു ജാറിലെ ഈ ജ്യൂസറിലെ ആ ഒരു കണക്കാണ് ഞാൻ പറയേണ്ടത്. ഇത്തരം കാഷ്യൂനട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന്റെ അല്ലേ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. കുറച്ച് ഒരു 5 എന്നിട്ടാന്നറിയോ ഗുഡ് കാഷ്യൂനട്ടിന്റെ ബട്ടർ ഗുഡ് നല്ല ഫ്ലേവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് മച്ചാനെ നമ്മുടെ അവഗാഡോ കൂടുതൽ ഇടരുത്. ഭയങ്കര തിക്കാവും. ഇത് കുറച്ചിട്ട് ആവശ്യത്തിന് ഇട്ടിട്ട് അടിച്ചെടുക്കുക. അല്ലാണ്ട് കുറേ ഇട്ടിട്ട് അടിച്ചാൽ നിങ്ങൾക്ക്
ആ ഒരു ഷേക്ക് ആ ഒരു ഭയങ്കര കട്ടിയെ പോവും. കട്ടിയിൽ കുടിക്കരുത്, ഇതെപ്പോഴും കുറച്ച് ലിക്വിഡായിട്ട് കുടിക്കണം. എന്നിട്ട് നമ്മുടെ പാലങ്ങടെ വെച്ച് കൊടുക്കാം മോനെ. അതും കുറച്ച് പാൽ വയ്ക്കുക, അതുകൊണ്ട് പിന്നെയും പാൽ വയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ ഇടണം, മനസ്സിലായാ? ഇതൊക്കെ മറക്കരുത്. അല്ലാണ്ട് ചുമ്മാ പാൽ വെച്ച് പഞ്ചസാര അടിച്ച് കുടിച്ചിട്ട് ഇത് കാര്യമൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കണം കേട്ടോ. അപ്പൊ ആദ്യം കാഷ്യൂനട്ട് ഇട്ടത് എന്താന്ന് വെച്ചാൽ അത് അടി കിടന്ന് നല്ലോണം ഗ്രൗണ്ട് ആവണം. കാഷ്യൂനട്ടും ബിസ്ക്കറ്റും ആദ്യം ഇട്ടെന്ന് വെച്ചാൽ അത് അടിയിൽ നല്ലോണം ഗ്രൗണ്ട് ആയിട്ട് ഇതിന്റെ ആ ഫ്ലേവർ ആ ബട്ടർ കുക്കീസിന്റെ കാര്യങ്ങളൊക്കെ വരും. ഗുഡ് ബിസ്ക്കറ്റിൻ്റെ അപ്പോൾ മറ്റേ നോക്കിയേ, ഇത് കണ്ട നല്ല തിക്കായിട്ടിരിക്കേണ്ട. പക്ഷേ ഈ തിക്നെസ് പാടില്ല, നമുക്ക് ഇനിയും ഇത് ലൂസാക്കണം കേട്ടോ. ഇത് നല്ലൊരു ബിസിനസ്സാണ് ഈ അവകാഡോ ഷേക്ക് ബിസിനസ് എന്ന് വെച്ചാൽ. ഇത് കുറച്ച് കൊണ്ട് ഒരു 2-3 അവകാഡോ ഇട്ടാലേ നമുക്കൊരു 3 ലിറ്റർ എങ്കിലും അവകാഡോ ഷേക്ക് കിട്ടും. ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്, അങ്ങനെ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളൊരു 3 പീസ് ഇട്ടുള്ളൂ, ഇത്രയും വന്നാണ്ട് 3 പീസിൽ. അതാണ് ഇതിന്റെ ഗുഡ്നെസ്. അപ്പൊ മച്ചാനെ എന്നിട്ട് നമുക്കില്ലേ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടാ. ഇത്രയും തിക്കാവാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി പാല് വെച്ചിട്ട് ഇവനങ്ങോട്ട് ലൂസാക്കേണ്ടത്. ഇതാണ് സാധനം. എന്നിട്ട് നമുക്ക് ഇവനങ്ങാട് കണ്ടാ ജുഗ് 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 എന്ന് വെച്ച് കൊടുക്കുക. ഓ, എന്നിട്ട് നല്ല വേറെ സാധനം കാണിച്ചതേ, നല്ല അമൂലിൻ്റെ പൊളപ്പൻ ഗുൾഫി അമൂലിൻ്റെ പൊളപ്പൻ ഗുൾഫി അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇവനങ്ങോട്ട് വെച്ച് കൊടുത്തല്ലേ. ഓ, പൊളപ്പൻ സാധനം ഉണ്ടത്, കുടിച്ചു നോക്കാം. ഇവനാണ് അവകാഡോ ഷേക്ക്. രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സിമ്പിൾ റെസിപ്പിയാണ്. കാഷ്യൂനട്ടിൻ്റെയും ആ ഒരു ഈ ബിസ്ക്കറ്റിൻ്റെ ആ ഫ്ലേവർ വന്നോട്ടാ. ഇതിടാൻ മറക്കരുത്. അപ്പം മനസ്സിലായി, ഞാൻ ഒരു 2-3 ഇട്ടുള്ളൂ. നമുക്കിത് ഇതുപോലത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു 4 ഗ്ലാസ് ഉണ്ടാക്കാം. അപ്പം എന്തൊരു ലാഭം ഉണ്ടാകും. അടിപൊളി ബിസിനസ്സാണ്. അപ്പം ഷെയർ ചെയ്തോ എല്ലാവർക്കും കേട്ടാ. അപ്പം മച്ചാനെ അവകാഡോ ഷേക്ക് കപ്പലിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായി കണ്ടാ. ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്തോരം ഉണ്ടാക്കാന്ന് അറിയോ? എത്ര ലിറ്റർ ഉണ്ടാക്കാം ഒന്ന് കമന്റ് ചെയ്തിട്ട് ആൾക്കാർ. നമ്മൾ ഇത് ഫുള്ള് ഇതുപോലത്തെ 2 കലം മൊത്തം ഉണ്ടാക്കാൻ പോയിണ് നമ്മ. അപ്പോൾ മച്ചാനെ നമ്മുടെ ക്യാപ്റ്റൻ സാറ് വന്നിട്ടുണ്ട് അവകാഡോ ഷേക്കിന് വേണ്ടി. സാർ, ക്യാൻ യു പ്ലീസ് ട്രൈ ആൻഡ് ടെൽ മീ ദ എനിത്തിങ് റിക്വയർഡ്? യാ, thank you sir. This is our new captain. Before captain is already signed off, and after every 4 months the captain will change the command. Thank you sir. Thank you. അപ്പോൾ മച്ചാനെ ഇതൊക്കെ പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമാവുന്ന സാധനം. അപ്പോൾ വീട്ടിൽ ഇത് വാങ്ങിച്ചിട്ട് അല്ലേ, ഇത് വാങ്ങിച്ചിട്ട് പഴിപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളി ഗുണമുള്ള സാധനങ്ങളാട്ടോ. എന്തൊക്കെ ഗുണം ഇതിനുണ്ടെന്ന് നിങ്ങൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. പൊളി സാധനങ്ങളാണ്. അപ്പം മച്ചാനെ ഇതിൽ കുൽഫി കൂടി ഇട്ടിട്ടില്ലേ, ഇതങ്ങോട്ട് കഴിച്ചാലേ കുൽഫി വിത്ത് ഈ സാധനം അടിപൊളി റെസിപ്പിയാണ്. വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് മസ്റ്റായിട്ട്. അപ്പോൾ മച്ചാനെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ അതേ ബേക്കഡ് കിങ് ഫിഷ് അടിപൊളി റെഡി ആയിട്ടുണ്ട്. അപ്പം അതും കൂടി അങ്ങോട്ട് ഇതിൽ ലഞ്ചിന് വേണ്ടിയാണ്, ഇത് ഡിന്നറിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് അടിച്ചിട്ട് നമ്മൾ മീറ്റ് റൂമിൽ കയറ്റി വെക്കും. അപ്പോൾ ഞാൻ കാണിച്ചാൽ അതൊക്കെ എങ്ങനെയാണ് പൊളപ്പൻ. അപ്പം ഒന്നും കൂടി അറബ ചനതി അവസാനത്തിൽ ഇതും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു അമ്മ. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ അടിക്കാം, തിന്നായിട്ട് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് മൂക്കത്തൊക്കെ തെറിച്ച്. അപ്പം നിങ്ങൾക്ക് തിക്കായിട്ട് വേണം, തിന്നായിട്ട് വേണം. അപ്പം മച്ചാനെ മെക്ഡോണൽഡ്സ് നമുക്ക് വേണ്ടി ഒരു ഓഫർ തന്നിട്ടുണ്ട്. എന്നിട്ടാണെന്നറിയോ, നമ്മുടെ അവരുടെ പപ്സില്ല, പപ്സൊക്കെ ഇവിടുത്തെ ഫ്രീ ആയിട്ട് തന്നെയാണ്. പിന്നെ 149 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ അവരുടെ പപ്സും ഫ്രൈസും ഫ്രീ. പിന്നെ ഇതുപോലെ അടിപൊളി കുറേ ഓഫേഴ്സും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ കാണുന്ന പ്രൊമോ കോഡ് വെച്ചിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്താൽ മെക്ഡോണൽഡ്സിന് അടിപൊളി ഓഫർ ഉണ്ട്. ബാക്കി പ്രൊമോ കോഡും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാനെ മെക്ഡോണൽഡ്സ് സാധനങ്ങൾ വാങ്ങാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ സാധനം നമുക്ക് കൂളാക്കണം. എങ്ങനെ കൂളാക്കും? ഇത്ര സാധനം ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു വലിയ ഫ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. ബാ, എത്ര ലിറ്റർ ഉണ്ടെന്ന് അറിയോ? കുറേ ഉണ്ടിട്ട് ഇത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് അടച്ചു വെക്കാം. അടച്ചിട്ട് നമുക്ക് ഈ സാധനം എടുത്തിട്ട് മോനെ സാധനം നമുക്ക് മീറ്റ് റൂമിൻ്റെ ഉള്ളിൽ വെക്കാട്ടോ. ഇത് മൈനസ് ആണ്ട്ടാ, മൈനസ്. അപ്പം ഇതെവിടെ ഇരിക്കട്ടെ. അയ്യപ്പ ഇത് മീറ്റ് റൂമാണ്. മീറ്റ് റൂമിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ പോയി കാണാം. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ ഞാൻ കാണിച്ചിറങ്ങാം കേട്ടോ. -17 ഡിഗ്രിയിലാണ് ഈ സാധനം അവകാഡോ ഷേക്ക് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകിട്ട് അത് എടുക്കാം, എന്താവും നോക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം മച്ചാനെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഈ ടൈമിൽ. അപ്പോൾ അവകാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊമോ കോഡ് വെച്ചിട്ട് മെക്ഡോണൽഡ്സ് സാധനങ്ങൾ വാങ്ങാൻ മറക്കരുത്. ഫ്രീ പപ്സും ഫ്രീ ഫ്രഞ്ച് ഫ്രൈസും അവർ അടിപൊളിയായിട്ട് നമ്മുടെ പ്രൊമോ കോഡ് വെച്ച് കിട്ടും. ദേ
അടുത്ത റെഡി ആയിരുന്നു ഭാഗം അങ്ങോട്ട് പോവാ. ഓ ഇതാ പോയതളിയാ നാമടതി മുരി മൊരിന്ന് വന്നേക്കട്ടെ. ഇവനാട് മൊരി 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 ഒന്ന് വെച്ചാനെ ബാ നമുക്ക് ടേബിളിലോട്ട് അങ്ങോട്ട് വെക്കട്ടാ. ഇവിടെ ഇരിക്കട്ടെ എല്ലാം എടുക്കുക. കണ്ട എൻ്റെ പൊന്നളിയാ ഇതിന്ന് ഒരു പീസ് അങ്ങോട്ട് കഴിച്ചല്ലേ 400 രൂപ നമ്മുടെ നാട്ടില് വില ഉണ്ടാവട്ടെ ഇതിനൊക്കെ. ഈ സമയത്ത് കണ്ട ഈ ഹോട്ട് പ്ലേറ്റിൽ വെച്ച് മുരി മുരിയാവുന്നുണ്ട്. ചാനൽ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദേ സാധനം ഉണ്ട് കേട്ടോ നമുക്ക്. ദേ വാലിൻ്റെ കഷ്ണമാണ്. എൻ്റെ പൊന്നളി ഏതും കഴിച്ചോട്ടെട്ടാ. ഓ ഇത് കണ്ട വേണ്ട നല്ല നല്ല ഇപ്പം ഇറക്കിയ സാധനമുണ്ട്. നല്ല മീറ്റ് കേട്ടോ. നല്ല ഞാൻ പറഞ്ഞില്ല ഫ്രഷ് ആയിരുന്നു പറഞ്ഞാൽ ഫ്രഷാണ് ഇവൻ. കഴിച്ചോട്ടെട്ടാ. ഓ മച്ചാനെ കടലിലെ മീൻ കടലിൻ്റെ ആ ഒരു ടേസ്റ്റില്ല, കടലിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടാനായിട്ടില്ലേ ഇങ്ങനെ ചെയ്യണം കേട്ടോ. എരിവുണ്ട്, ആ ഒരു ഉപ്പുണ്ട്, മീനിൻ്റെ ഫ്ലേവറുണ്ട്. അടിപൊളി ഒരു രക്ഷയിലിട്ടോ. ഇവനൊക്കെ അങ്ങോട്ട് കഴിച്ചാലും അടുത്ത് കാണിച്ചിടാം. അപ്പം മച്ചാനത് ഇവനൊക്കെ അങ്ങോട്ട് കഴിച്ച ഒരു രക്ഷയില്ല. അത്രക്ക് ടേസ്റ്റാണ്. ഇത് കണ്ട എനിക്കിത് വെറുതെ ഇരുന്ന് കഴിക്കുന്നത് എന്ത് ടേസ്റ്റാണെന്ന് അറിയാം ഈ സാധനത്തിന്. അപ്പോൾ അടിപൊളി മസാലയാണ്. മസാല അടിപൊളി നല്ല സിമ്പിൾ മസാല. ഈ സിമ്പിൾ മസാല നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കും. ഇതുപോലെ തന്നെ സാൽമൺ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാൽമൺ നമ്മുടെ നാട്ടിൽ കിട്ടാത്തടിക്ക് നമുക്ക് കിങ് ഫിഷ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം സെയിം റെസിപ്പിയിൽ കണ്ടുപഠിച്ചു. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ മക്ഡൊണാൾഡ്സിൽ നിന്ന് നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ മറക്കരുത്. ഈ കാണുന്ന പ്രമോ കോഡ് വെച്ചിട്ട് അത് തിന്നേക്കാം. അപ്പം മച്ചാറ് കടലിൽ കിടക്കണ മീനെ പിടിച്ചിട്ട് ഞാൻ പ്ലേറ്റിലാക്കിയിരുന്നു ഓവനിലിട്ടിട്ട്. എൻ്റെ പൊന്നളി ആദ്യേ മുരി മുരി എന്ന് തോന്നി കണ്ട എൻ്റെ വയറ്. അപ്പം എന്താ ചെയ്യണമെന്നറിയോ, ഇങ്ങനെ അങ്ങോട്ട് ഇത് പൊളിക്കണം. അടാ അതേ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതടാ. കുറേ ആയി ഡിഷസ് ഉണ്ടാക്കരുത്, റെസ്പോൺസ് ഒന്നും കാണില്ല. അപ്പോൾ ചേരെ ദേ ഇങ്ങനെ അപ്പോൾ ചേനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ സാധിച്ചതാണ്. അപ്പോൾ ചേനെ ദേ നല്ല പൊളപ്പം മീറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ഫ്രഷ് ആണെന്നണ്ട ലെയറായിട്ട് വന്നേണ്ട. മെയിനായിട്ട് ഇതിൻ്റെ വയറ്. ഓ പൊളപ്പൻ ഒരു രക്ഷയില്ലട്ടോ. എന്നിട്ട് കുറച്ച് സലാഡ് എടുത്തിട്ടില്ലേ ഈ മീറ്റിൻ്റെ കൂടെ ഈ സലാഡ് പൊളിയാണ്. ഓഞ്ഞും അപ്പം ചേട്ടൻ മക്ഡൊണാൾഡ്സിൽ നിന്ന് നമ്മുടെ പ്രമോ കോഡ് വെച്ച സാധനങ്ങൾ വാങ്ങാൻ മറക്കാതിട്ടാ. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, കുറേ ഡിസ്കൗണ്ട് ഉണ്ട്, പപ്സ് ഫ്രീ ഇട്ടുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഫ്രീ ഇട്ടുണ്ട് നമ്മുടെ പ്രമോ കോഡ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ കുറേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഈ സപ്പോർട്ടിമ്മി ഇല്ല. പക്ഷേ ഇതുപോലത്തെ നെയ്മീൻ കിട്ടും. അത് വെച്ചിട്ട് സിമ്പിൾ മസാലയിലേക്ക് ഇങ്ങനെ പൊളിച്ചങ്ങോട്ട് തിന്നല്ലേ. ഓ എന്നിട്ട് ഇതിൻ്റെ വേറെ സംഭവം നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് വയ്ക്കട്ടാ. എന്നിട്ട് ഇതും ഇങ്ങനെ എടുത്തിട്ട് സവാള ഇങ്ങനെ എടുത്തിട്ട് ഈ നാരങ്ങയും കടലിലെ മീനും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടാ. അത് നിങ്ങൾക്ക് ആ സഡൻ ആയിട്ടുള്ള ആ റിസൾട്ട് അപ്പം തന്നെ കിട്ടും. അപ്പം ഇന്നത്തെ റഫ് കുറവാണ്, എന്നാലും നമുക്ക് തല അങ്ങോട്ട് പൊളിക്കുക. ഓ അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ കിടക്കണട്ടാ. സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കരുത്. ഓ പോളപ്പേ. അപ്പം മച്ചാനെ ദേ ഇതിൻ്റെ അപ്പം മച്ചാനെ ഇത് കണ്ടോ ഇതിൻ്റെ തല അടിപൊളിയാണ്. നോക്കിയാൽ മറ്റേ ടൂണിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഈ തലയാണ്. ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കണ്ടാ. പിന്നെ ഞങ്ങളുടെ സമാധാനമായിട്ട് ഇന്ന് ഞാൻ കഴിക്കാൻ വേണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുറേ പ്രൊമോഷൻസ് കാര്യങ്ങളുണ്ട്. കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഗീവ് അവേയും പ്രൊമോഷൻസും കുറേ കാര്യങ്ങളായിട്ടൊക്കെ നാട്ടിൽ കുറേ പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും അപ് ടു ഡേറ്റ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. നാട്ടിലെത്തിയിട്ട് എല്ലാവരും കാണാം. അപ്പം മച്ചാനെ പൊളി മീൻ്റെ തല റോസ്റ്റ് ചെയ്തത് ബട്ടറിൽ കടലിൽ. അപ്പോൾ ഇവിടെ ഓടിയായിരുന്ന ചെക്കനാണെങ്കിൽ ഇത് ഇങ്ങനത്തെ മീനൊക്കെ കാണാറുണ്ട് കേട്ടോ. ചില സമയത്ത് ആങ്കറിലൊക്കെ ഞങ്ങൾ കിങ് ഫിഷിനൊക്കെ കാണാറുണ്ട്. കിങ് ഫിഷ് അതുപോലത്തെ കുറേ മീനൊക്കെ വരാറുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റാറില്ല. പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേറെ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്. മീൻ ഇങ്ങനെ ലൈവായിട്ട് കാണിക്കണം. ഞാൻ ഇടാം എഡിറ്റ് ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ചോറും കുറച്ച് ആളും കുറച്ച് പീച്ചിങ് കൂടി ഞാൻ പിടിക്കാൻ വേണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓ